ഇത്രയും കാലം നമ്മുടെ സുഹൃത്തുണ്ടായിരുന്നല്ലോ. ഇപ്പൊ വസീഫിന്റെ ഒക്കെ ഒരു അവസ്ഥയിലേക്ക് മീൻസ് വസീഫിന്റെ ഒക്കെ ഒരു പൊസിഷനിങ്ങിലേക്ക് ഞങ്ങൾ മാറേണ്ടി വരും എന്നുള്ളതാണ്. അപ്പൊ ഞങ്ങൾ ഡിഫൻസിലാവും. വസീഫൊക്കെ ഇനിയും ശക്തിപ്പെടാൻ പോന്നേ ഉള്ളൂ. എനിക്ക് ഇടയ്ക്ക് വിഷമമാണ്. ഞാൻ ഈ ഇങ്ങനെ സ്ക്രോൾ ചെയ്യുമ്പോൾ CPM ട്രോൾ പേജുകളൊക്കെ കാണും. ഞാൻ ഇതിൽ പോയി നോക്കുമ്പോൾ രാജേട്ടന്റെ മുഖം മാത്രമേ ഉള്ളൂ. രാജേട്ടനെ പോലുള്ള നിങ്ങളെ കൂടുതൽ പോപ്പുലർ ആക്കുക. എന്റെ കാണാതെ വരുമ്പോ എനിക്ക് വിഷമമാണ്. ഞാൻ ഇടയ്ക്ക് സ്വന്തമായിട്ട് ട്രോൾ ഇറക്കണം. ഒരു പേജ് തുടങ്ങേണ്ടി വരും. മിക്കവാറും ഒരു പേജ് തുടങ്ങേണ്ടി വരും. സഹാബ് കാഞ്ഞിരപ്പള്ളി എന്നൊക്കെ പറഞ്ഞ ഒരെണ്ണം തുടങ്ങേണ്ടി വരും. അല്ല, അത് കുഴപ്പമില്ലെന്നേ. കാര്യം എന്തറിയോ, നമ്മളിപ്പോ നമ്മളെ പ്രൊജക്ട് ചെയ്യാൻ നാട്ടിൽ റെഡി അല്ലേ, പിന്നെ നമ്മളിറങ്ങണം. അതെ അതെ. ഈ വണ്ടി തള്ളാൻ വേറെ ആരുടെ ആവശ്യം. ഇത് മാത്രമല്ല, തള്ളാൻ നമ്മൾ പഠിച്ചില്ലെങ്കിൽ നാട്ടിൽ നിൽക്കാൻ ഒക്കത്തില്ല. ഇത് പിടിച്ചു നിൽക്കാൻ പറ്റില്ല, പാടാണ്. ഞാനിപ്പോ നമ്മുടെ ഒരു ചർച്ചയിൽ വന്നിട്ട് പോയ ഒരു നേതാവ്, പേര് പറയാൻ പറ്റത്തില്ല, നേതാവ് എൻ്റെ കൂടെ വന്ന ഒരു 4-5 പേരെ എന്നെ പരിചയപ്പെടുത്തി. ഞാൻ ചോദിച്ചു ഇവരൊക്കെ ആരെന്ന് ചോദിച്ചു. ഇല്ല, എൻ്റെ PR നോക്കുന്നവരാണ്. ഒരു MLA ക്ക് സ്വന്തമായിട്ട് 5 PR ഇല്ലേ? പഠിക്കേണ്ട കാര്യങ്ങളാ. കാര്യം എന്നറിയോ, ഇന്ന് അദ്ദേഹം എഴുന്നേറ്റത് അപ്രതീക്ഷിതമായ ഒരു ഭാഗ്യം ലഭിക്കുന്ന സാഹചര്യത്തിലായിരുന്നു. എന്നും എഴുതിയെല്ലാം പിടിപ്പിക്കുന്ന യവന്മാരാ. അങ്ങനെ അറിഞ്ഞു പോലും കാണുന്ന നേരെ കിടന്നുറങ്ങിയിരിക്കാത്ത നേരത്ത് ഈ പബ്ലിക് സെന്റിമെന്റ്സ് ക്രിയേറ്റ് ചെയ്യുന്നത് ഈ PR വലിയ പങ്കുണ്ടല്ലോ. അപ്പൊ അത് തെറ്റാണെന്നുള്ള അഭിപ്രായം ഒന്നും എനിക്കില്ല. പക്ഷെ അതിന്റെ അതിപ്രസരം പലപ്പോഴും ഉണ്ട് എന്ന് തോന്നിയിട്ടുണ്ട്. നമ്മുടെ ഈ യൂത്ത് കോൺഗ്രസ് ഒരു സുഹൃത്ത് ഞാൻ അടുത്തിരിക്കുകയായിരുന്നു. അപ്പൊ അദ്ദേഹത്തിന് കോള് വരുന്നു. PR കോട്ടയം. പേര് പറയാന്നുള്ളതാണോ? ഇല്ല, പേര് പറയണ്ടല്ലോ. പറഞ്ഞാലും കുഴപ്പമില്ല. PR കോട്ടയം. അപ്പൊ ഞങ്ങള് ഈ നമ്മുടെ ഈ തിരുവനന്തപുരത്ത് നിന്ന് യാത്ര ചെയ്യാണ് ട്രെയിൻ. തിരിച്ചെത്തുന്നോടം വരെ 4 ജില്ലകളിൽ നിന്ന് PR പേര് വന്ന കോള് വന്നത് അദ്ദേഹത്തിന്. അപ്പൊ ഞാൻ പറഞ്ഞു നമ്മളെയും കൂടെ ഒക്കെ ഇടയ്ക്കൊന്ന് ബന്ധപ്പെടുത്തി ഈ PR സ്റ്റാൻഡിലേക്ക് നമ്മളെയും കൂടെ ഒന്ന് ബന്ധപ്പെടുത്തണമെന്ന് പറഞ്ഞു. അപ്പൊ എല്ലാവരും ഇപ്പൊ അത് ഉപയോഗിക്കുന്നുണ്ട്. വേണം. മാത്രമല്ല, ഇപ്പൊ എനിക്കൊന്നറിയോ, ഈ പണ്ട് പൊതുപ്രവർത്തകർ ദൂരെ നിന്ന് സംസാരിച്ചാൽ മതിയായിരുന്നു. ഇപ്പൊ കെട്ടിപ്പിടിയൊക്കെ വേണം. അതിനൊക്കെ ഇപ്പൊ PR വലിയ മാർക്കറ്റാന്ന് മനസ്സിലായ. അല്ല, കൂടുതൽ ജനങ്ങളിലേക്ക് ഇറങ്ങുന്നു.